അസ്സലാമു അലൈക്കും. നമ്മുടെ ഹാമിദ് ആറ്റക്കോയ തങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മുത്തുമണികളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് ദിവസങ്ങളായി ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമൊക്കെയുണ്ട്. നോക്കൂ, അദ്ദേഹത്തിന് എന്ത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും അള്ളാഹു എത്രയും വേഗം മാറ്റിക്കൊടുക്കട്ടെ. കാരണം മറ്റുള്ള ആളുകൾ അവർ ഇല്ലാതായി കാണണമെന്നും അല്ലെങ്കിൽ തോറ്റു കാണണമെന്നും ആഗ്രഹിക്കുന്നൊരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഇസ്ലാമിൻ്റെ പേര് നടത്തുന്ന ആത്മീയ ചൂഷണങ്ങളും മറ്റുമൊക്കെ എന്തുണ്ടെങ്കിലും അതിനെതിരെ പ്രതികരിക്കാതിരിക്കാനും കഴിയില്ല. എന്തായാലും ഹാമിദ് ആറ്റക്കോയ അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട മുത്തുമണികളോട് പറഞ്ഞു വെക്കുന്ന ആ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞാനിപ്പോൾ പന്ത് കളി തുടങ്ങിയിരിക്കുകയാണ്. തീരെ വയ്യ എനിക്ക് തടിയോട്. ഡോക്ടർമാർ പറഞ്ഞു ദിവസം 1 മണിക്കൂർ എക്സസൈസ് ചെയ്യാൻ. അപ്പോൾ എക്സസൈസ് ചെയ്തൊന്നും വരക്കുന്നില്ല. അപ്പോൾ പന്ത് കളിച്ചാൽ പോകുമ്പോൾ ശരീരം നമ്മൾ നോക്കണ്ടേ? ശരീരം നമ്മൾ നോക്കണം. കുട്ടികളൊക്കെ കളിച്ചാൽ നടക്കുകയാണ്. മനസ്സിലായില്ലേ? അത് സാരമില്ല. നമ്മൾ ശരീരം നല്ലത് വയർത്താൽ നമ്മൾ വെറുതെ ഇരിക്കല്ലേ. ഇറച്ചി മീനും ബീഫും ഒക്കെ കോഴൊക്കെ കൂട്ടിയിട്ട് നല്ല ഇരിക്കല്ലേ. അതെ, വെറുതെ ഇരിക്കുകയാണ്. ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ അത് ഹാമിദ് ആറ്റക്കോയ തങ്ങൾക്കെന്നല്ല, ആർക്കായിരുന്നാലും എനിക്കായിരുന്നാലും പലവിധത്തിലുള്ള രോഗങ്ങളും അസുഖങ്ങളും ഉണ്ടാകും. നമ്മൾ കുറച്ചെങ്കിലും മേലനങ്ങേണ്ടതുണ്ട്, ശരീരമൊക്കെ അനക്കേണ്ടതുണ്ട്, എക്സസൈസൊക്കെ ചെയ്യേണ്ടതുണ്ട്. കേസ് വിധി വന്നു തങ്ങൾ. അപ്പോൾ ഇപ്പോൾ കളിച്ചിട്ട് ഇപ്പോൾ കയ്യിൻ്റെ അനക്കാൻ കേൾക്കണില്ല. അപ്പോൾ ഇനി എന്നും 1 മണിക്കൂർ കളിച്ചാൽ അതിൻ്റെ എല്ലാ രോഗവും മാറും. ഇപ്പോൾ വേദനകൾ ഇപ്പോൾ കൂടിയ വേദനയുള്ളൂ. മറ്റുള്ളവർക്ക് എന്താണ് ഇപ്പോൾ കുറേ റാഹത്തായി. പിന്നെ 1 മണിക്കൂർ മുമ്പ് അങ്ങനെ ഉണ്ടായത് ഫുൾ ടൈം എക്സസൈസിന് അതൊന്നും ഒരു രോഗം ഉണ്ടായിരുന്നില്ല. യൂട്യൂബർമാർക്ക് എന്താ അതൊന്നും സാരമില്ല, അതൊക്കെ ഓരോട്ടോട്ടെ. ഓരോക്കൊണ്ട് അസുഖം മാറ്റി തരാൻ കഴിയുമല്ലോ. ഓരിപ്പോൾ ഞാൻ പന്ത് കളിച്ചെന്നല്ലേ പറയുള്ളൂ. ഞാൻ അയാളതാ പന്ത് കളിക്കണോ അതല്ലേ ഇപ്പോൾ പറയുള്ളൂ. വേറെപ്പൊന്നും പറയില്ലല്ലോ. പാനിട്ടാ കളിച്ചത്, വേറൊന്നും പറയാം. മനസ്സിലല്ലേ? അതുകൊണ്ട് അതിലൊന്നും ഞാൻ പൊക്കൂല. ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് അസുഖമാണെന്ന് പറയില്ല. ഇപ്പം അൽഹംദുലില്ലാഹ് എനിക്ക് തടിക്ക്. പക്ഷേ ഞാൻ ഇന്ന് വരെ ഒരു രോഗത്തിനും ഒരു മരുന്നും കുടിച്ചിട്ടില്ല. എനിക്കൊരു രോഗി കാര്യമായിട്ട് എന്തിട്ടുള്ളൂ, അത് ചെറിയ ഷുഗറാണ്. അതിന് ഞാൻ മരിച്ചില്ല. വേറൊരു രോഗമില്ല. പിന്നെ ഈ ഉറക്ക് ആണ് ഏറ്റവും അല്ലാഹു ബർക്കത്ത്. മുഖത്ത് ക്ഷീണമൊന്നുമില്ല. നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ നോക്കിയിട്ട് കാണുകയാണ്. എവറിത്തിങ് ഓക്കെയാണ്. അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഒരു ക്ഷീണിച്ച് മുഖമൊക്കെ ഇങ്ങനെ വീർത്തതുപോലെ തടി കൂടി പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടറിനെ കാണാൻ വേണ്ടി പോകുന്നു. ഡോക്ടർ അതിനുള്ള മരുന്നുകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളോടൊപ്പം ഇദ്ദേഹം ഫുട്ബോൾ കളിക്കാനും പോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഫാറ്റ് ലിവർ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ ശരീരം വന്നു. എക്സസൈസ് നമുക്ക് അനിവാര്യമാണ്. അപ്പം അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നല്ല കാര്യമാണ്. ഇതുപോലെയുള്ള നല്ല വ്യായാമങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നോക്കൂ, ഇദ്ദേഹത്തിന് ഇവിടെ ഈ ഒരു വണ്ണം കൂടിക്കൊണ്ട് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇദ്ദേഹം ആദ്യം നേരെ ചെന്നത് നൂറെ ഹബീബിലേക്ക് ചെന്നുകൊണ്ട് സ്വലാത്തുൽ ഫാത്തിഹും അതോടൊപ്പം മറ്റ് സ്വലാത്തുകളും പറയാനല്ല. നേരെ മറിച്ച് അദ്ദേഹം ആദ്യം നേരെ ചെല്ലുന്നത് ഡോക്ടറിൻ്റെ അരികിലേക്കാണ്. ഡോക്ടറിൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു. ഡോക്ടർ അതിനുള്ള മരുന്നുകളും ചികിത്സകളും പറഞ്ഞു കൊടുക്കുന്നു. ഇതാരാണ് ചെയ്തത് എന്നറിയില്ലേ? തൻ്റെ അടുക്കിലേക്ക് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമായി വരുന്ന ആളുകളിൽ നിന്നും പൈസ വാങ്ങി അത് മാറ്റിത്തരാമെന്ന് പറയുന്ന ഹാമിദ് ആറ്റക്കോയ തങ്ങളെന്ന് പറയുന്ന ഈ വ്യക്തിയാണ് ഇത്തരത്തിൽ തനിക്കൊരു രോഗമുണ്ടായപ്പോൾ, അസുഖമുണ്ടായപ്പോൾ ആശുപത്രിയിലേക്ക് ഡോക്ടറെ കാണാൻ ചെന്നത്. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം.
മറ്റുള്ളവരുടെ അസുഖം മാറ്റാൻ ആത്മീയ ചികിത്സ നടത്തുന്ന ഇദ്ദേഹത്തിന് സ്വന്തം അസുഖം മാറ്റാൻ ആ ആത്മീയ ചികിത്സ കൊണ്ട് സാധിക്കുന്നില്ല. നേരെ മറിച്ച് അദ്ദേഹം ഡോക്ടറിന്റെ അരികിലേക്ക് പോവുകയാണ്. പക്ഷെ ഇപ്പോഴും നേരം വെളുക്കാത്ത കുറേ ആളുകൾ ഇദ്ദേഹത്തിന്റെ പിന്നാലെ ഇപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ലൈവ് കാണാൻ, ഇദ്ദേഹത്തിന്റെ പരിപാടി കാണാൻ, ഇദ്ദേഹത്തിന്റെ ആത്മീയ ചികിത്സയ്ക്ക് വേണ്ടി 1000-ഉം 10,000-ഉം കൊടുക്കാൻ ആളുകൾ ഇങ്ങനെ തയ്യാറാവുകയാണ്. എന്നാണ് ഈ മനുഷ്യന്മാർ പഠിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നോക്കൂ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു പ്രയാസമുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെല്ലേണ്ടത് ഡോക്ടറിൻ്റെ അടുത്തേക്കാണ്. ആ അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചികിത്സകൾ നിങ്ങൾ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം. താൻ പാര് ദൈവം പാതി എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു വയ്ക്കുക. അതോടൊപ്പം അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ ദുആ ചെയ്യുകയും ചെയ്യുക. പ്രവാചകർ നബി തങ്ങളുടെ മനോഹരമായ ഒരു ഹദീസുണ്ട്. ഒരു രോഗത്തൊരു പകർച്ചവ്യാധി പിടിപെട്ട് കഴിഞ്ഞാൽ ആ പകർച്ചവ്യാധി പിടിപെട്ട ഇടങ്ങളിലേക്ക് ആരും കടന്നു ചെല്ലരുത്. ആ പകർച്ചവ്യാധി പിടിപെട്ട സ്ഥലങ്ങളിൽ നിന്നും മറ്റുള്ളവർ പുറത്തു കടക്കുകയും ചെയ്യരുത്. ആ പകർച്ചവ്യാധി പടർന്നു പിടിക്കാതിരിക്കാനുള്ള ഒരു പ്രതിവിധിയാണ് നബി തങ്ങൾ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ ആ പകർച്ചവ്യാധി പടർന്നു പിടിച്ച ആ സാഹചര്യത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതി, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്നുകൊള്ളൂ എന്നൊന്നും നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതിനുള്ള ചികിത്സകൾ നിങ്ങൾ ആദ്യം നൽകുക. അതോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. പക്ഷേ ഇപ്പോഴും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത ആളുകൾ ഇപ്പോഴും ഒരു രോഗം വരുമ്പോൾ, അസുഖം വരുമ്പോൾ 10,000-കണക്കിന് രൂപ കൊടുക്കാൻ തയ്യാറായി ഇദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. നോക്കൂ, ഞാൻ ആലോചിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പലവിധത്തിലുള്ള അസുഖങ്ങളുമായി വരുന്ന ആളുകളോട് ഇദ്ദേഹം ഇതുപോലെയൊക്കെ ഇങ്ങനെ തിരിച്ചു പറയാറുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കാറുള്ളത്. നോക്കൂ, എത്രയെത്ര ഉമ്മമാരാണ്, സഹോദരിമാരാണ് ഇദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നത്. പലപ്പോഴും ഇതിനു മുമ്പും ഇദ്ദേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശത്തിൽ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷെ ആ ഒരു വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ പോലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. നമുക്ക് ഇത്തരത്തിലുള്ള ആത്മീയ ചൂഷണങ്ങൾ, ഇത്തരത്തിലുള്ള ഇസ്ലാമിന് നിരക്കാത്ത പരിപാടികൾ അതാരു ചെയ്തിരുന്നാലും ശരി, അത് ഏത് തങ്ങളായിരുന്നാലും ശരി, അതിനെക്കുറിച്ച് നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. നമുക്ക് പൈസയുള്ളവരാണെങ്കിൽ പിന്നെയും പറഞ്ഞു വെക്കാം, അവർക്ക് പോയാൽ അത് വലിയ നഷ്ടമുണ്ടാകില്ല. എന്നാൽ എത്രയോ പാവപ്പെട്ട പ്രവാസികളുടെ ഭാര്യമാർ ഗൾഫ് ലോകത്ത് നിന്നും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബുദ്ധിമുട്ടി അവരുടെ സമ്പാദ്യത്തിൽ നിന്നും പൈസ നാട്ടിലേക്ക് അയക്കുമ്പോൾ ആ പൈസ കൊണ്ട് കൊടുത്തുപോലും ഇദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഓരോ അസുഖങ്ങൾ മാറാൻ വേണ്ടി പൈസ കൊടുക്കുന്ന സഹോദരിമാരുണ്ട്. അന്നത്തെ അന്നത്തിനായി കൂലിപ്പണിയെടുക്കുന്ന പാവപ്പെട്ട വീട്ടിലെ സ്ത്രീകളും സഹോദരിമാരുമുണ്ട്. നോക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആത്മീയ ചൂഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വെച്ചു. നോക്കി, ഇദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് പേഴ്സണലായിക്കൊണ്ട് ഒരു സഹോദരി എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. ഇദ്ദേഹത്തിന് അടുക്കലേക്ക് ചികിത്സയ്ക്ക് പോയ ഒരു സഹോദരി, ആ സഹോദരിക്ക് ഈ ഹാമിദ് ആറ്റുകോയ തങ്ങളെന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിൽ നിന്നുമുണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞു വെച്ചത്. ഞാൻ എന്തായാലും ആ സഹോദരിയുടെ വോയിസ് ഒന്നും കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നോക്കൂ, ഇത് ഒരു സഹോദരിക്ക് മാത്രമുണ്ടായ ദുരനുഭവമാണ്. ഇതുപോലെ എത്രയെത്ര സഹോദരിമാർക്ക് ഇതുപോലെ ദുരനുഭവങ്ങൾ ഉണ്ടായെന്ന് ആർക്കറിയാം. പലരും ഭയന്നുകൊണ്ട് പറയാൻ മടിക്കുന്നതാവാം. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.